കോളേജ് വധക്കേസുമായി ബന്ധപ്പെട്ട് മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നടത്തിയ വെളിപ്പെടുത്തൽ തള്ളി സിപിഐഎം ജില്ലാ നേതൃത്വം. പുതിയ വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതായി ജില്ലാ സെക്രട്ടറി CV വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാപട്യങ്ങളും കപടതകളുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന വായ്ത്താരികൾക്കെല്ലാം ഉത്തരം പറയേണ്ട യാതൊരു ബാധ്യതയും CPM-നില്ല. അപ്പോൾ ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ 3 വർഷക്കാലത്തിന് ശേഷം ഇത്തരം വെളിപ്പെടുത്തൽ തന്നെ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏത് വിധത്തിലുള്ള വേഷം കെട്ടാനും യാതൊരു വിധമായ മടിയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. കത്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കത്തി നഷ്ടപ്പെട്ട ആയുധം നഷ്ടപ്പെടുത്തിയതിനുള്ള കേസിനകത്ത് വകുപ്പുണ്ടല്ലോ. ആ വകുപ്പോടെ ചേർത്തല്ലേ കേസെടുത്തിരിക്കുന്നത്. കേസ് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കുറ്റപറ്റ തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ഒക്കെ ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, കഴിഞ്ഞ ദിവസം വന്ന വെളിപ്പെടുത്തൽ അത് നമ്മൾ പുറത്തുവിട്ടതാണ്. ആ വെളിപ്പെടുത്തലിൽ അസ്വാഭാവികതയുണ്ട് എന്നാണോ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്? വിജയപാർവതി, അത്തരത്തിൽ തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് CPIM ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഇപ്പോൾ CPIM ഉന്നയിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ഇടപെടലിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ടാണ് CPIM ഇതിനെ കാണുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം ഈ കേസ് ഇപ്പോൾ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത നാളുകളിലേക്ക് പോവുകയാണ്. വിചാരണയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഇല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് അത് കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പും 3 പേരെ കുറ്റവിമുക്തരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇവർ കുറ്റക്കാരാണ്, ഇല്ലെങ്കിൽ പ്രതിയിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള വിധി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരം നാടകങ്ങൾ നടത്തുന്നതാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ കോൺഗ്രസ് ഉണ്ടോ എന്ന് തന്നെയാണ് സംശയിക്കുന്നത് എന്ന തരത്തിലാണ് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമാക്കുന്നത്. ഈ കത്തി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട് കത്തി ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആയുധം, കുത്താൻ ഉപയോഗിച്ച ആയുധം ഉപേക്ഷിച്ചു, അത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല, അത് നശിപ്പിച്ചു എന്ന തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അതും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ. പിന്നെ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അതും പോലീസിന് അന്വേഷിക്കാവുന്നതാണ്. പോലീസ് അന്വേഷിക്കട്ടെ. എന്തായിരുന്നാലും കേസ് അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തിയാണ് CPM-നുള്ളത്. കുറ്റമറ്റ രീതിയിലാണ് ഈ കേസ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിചാരണയിലേക്ക് എത്തുമ്പോൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ CPIM മുന്നോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല എന്ന് ധരിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ലെങ്കിൽ കോൺഗ്രസ് അടക്കം നടത്തുന്ന ഇത്തരം നാടകങ്ങൾക്ക് മറുപടി പറയേണ്ട നിലപാട് CPM-ന് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു വെളിപ്പെടുത്തലിനെ പൂർണ്ണമായി CPIM തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല, പുതിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനാണെന്നും CV വർഗീസ് പറയുന്നു.